വിനയ് ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം വിനയ് ചേട്ടൻ ഒരു പാറ്റേൺ ഉണ്ട്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ വന്ന സ്ക്രിപ്റ്റ് ഒക്കെ തന്ന് ഞാൻ ഡയലോഗൊക്കെ പഠിച്ച് താഴെ എത്തിയപ്പോൾ വിനയ് ചേട്ടൻ പറഞ്ഞു, അനു ഈ ഒരു കണ്ടന്റ് മതി, നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നമ്മൾക്ക് എന്താണോ വായിൽ വരുന്നത് അതേപോലെ കണ്ടന്റിൽ നിന്ന് വിട്ടു പോകാണ്ടുള്ള ഡയലോഗ്സ് പറയാം, എഴുതി വെച്ച് തന്നെ പറയണ്ട, ഭയങ്കര ഡ്രാമാറ്റിക് ആവില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ശീലമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ വിനയ് ചേട്ടൻ പ്രതീക്ഷിക്കാതെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയുക. അപ്പോൾ ഞാൻ കിടന്ന് തപ്പും, എനിക്ക് തിരിച്ചു പറയാൻ കിട്ടില്ല. അപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വിനയ് ചേട്ടനും ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിത് പറ്റില്ല, എങ്ങനെയാ ചെയ്യാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ എല്ലാം നമ്മൾ സീൻ നേരത്തെ വന്നു, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ സീനും എടുത്തിരുന്നത്. ഡയറക്ടറും ഉണ്ടാവും കൂടെ, ക്യാമറാമാൻ എല്ലാവരും ഉണ്ടാവും. നമുക്കിങ്ങനെ മനീഷ് ചേട്ടനായിരുന്നു ക്യാമറ. അപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത്, അപ്പം അവിടെ പോകാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല, നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ്, ഒരു പുതിയ കാര്യം പഠിക്കുകയും കൂടെ ചെയ്തൊരു ലൊക്കേഷനും ഒരു അനുഭവമായിരുന്നു വിനയ് ചേട്ടൻ്റെ കൂടെ ഉള്ളത്.